ഇങ്ങനെയൊക്കെ തന്നെയാണ് സാധനങ്ങൾ കാണിക്കുന്നത്. ഇതൊരു പ്രീമിയം ഉണ്ട്, പ്രീമിയം റേറ്റ് ഉണ്ട്, മിഡിൽ റേറ്റിലുള്ള മിഡിൽ പ്രീമിയം അങ്ങനെ പറയുന്ന ഒരു ഇതിലുണ്ട്, പിന്നെ നോർമൽ റേറ്റിലുള്ളതും ഉണ്ട്. ഒന്നും പറഞ്ഞ് ഒത്തിരി എണ്ണമില്ല, 12 മോഡലും കണ്ടേ ഉള്ളൂ. ഇത് നമ്മുടെ മൽച്ചന്തേരി ഫാബ്രിക് വരുന്ന നല്ല ഒരു പീച്ച് ഷെയ്ഡ്. ഈ കളർ കറക്റ്റ് കിട്ടുമോ വീഡിയോയിൽ? കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? കളർ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ, ഭയങ്കര ഭംഗിയുള്ള ഒരു പീച്ച് സിമ്പിൾ കുർത്തിയാണ്. ഇവിടെ ഇങ്ങനെ കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രോക്കായിട്ട് വേണമെങ്കിലും ഇടാം, 3 പീസായിട്ട് വേണമെങ്കിലും ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഫ്രോക്കായിട്ട് ഇട്ടിട്ട് ഇതിന് ബോട്ടം ഇതാണ് വരുന്നത്. ഇതുണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ പടിയുള്ള നമ്മുടെ നോർമൽ ബോട്ടമാണ് വരുന്നത്. മൽച്ചന്തേരിയാണ് ഫുള്ള് ഫാബ്രിക്. ടോപ്പാണെങ്കിലും ബോട്ടം ആണെങ്കിലും ദുപ്പട്ടയാണെങ്കിലും ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. ഇതുണ്ട്, അതെല്ലാം മൽച്ചന്തേരിയുടെ ഫാബ്രിക്കാണ്. ദുപ്പട്ടയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഇതാണ് ഈ ഒരു സംഭവമാണ് ഏറ്റവും രസം കേട്ടോ. സിമ്പിൾ ബട്ട് എലഗൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന, ഇവിടെ ഇങ്ങനെ ബീഡ്സ് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, മിറർ വർക്ക്, എല്ലാ മിററില്ല, സ്റ്റോൺ വർക്ക്, അങ്ങനെ എല്ലാം ചെയ്ത നല്ല ഭംഗിയുള്ള ഒരു കുർത്ത. ലൈനിങ് ഉണ്ട്. ലൈനിങ് ആണെങ്കിൽ സോഫ്റ്റാണ്. മൽച്ചന്തേരിയുടെ ടോപ്പും മൽ കോട്ടൻ്റെ ലൈനിങ്ങുമാണ്. അതുകൊണ്ട് തന്നെ വലിയ ചൂടെടുക്കത്തില്ല. ലൈനിങ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. മൽ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കണ്ട് നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞത്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങാണ്. നമ്മൾ 2x2 ഒക്കെ എടുക്കുന്ന അതിലും ക്വാളിറ്റി ഉള്ളത്, ഒട്ടും ചൂടെടുക്കത്തില്ലാത്ത മെറ്റീരിയലാണ് മൽ കോട്ടൺ. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് റേറ്റ് ഉള്ളത്. പണിയെടുത്ത് ഭയങ്കര റേറ്റ് ഇല്ലെന്നാണ് തോന്നുന്നത്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പണിയെടുത്തിട്ടുള്ള കുർത്തി എന്നർത്ഥം. ഇതാ ഇപ്പം ഇനിയിപ്പോൾ അപ്കമിങ് ആയിട്ട് കുറേ വൈറ്റ് ഡ്രസ്സിൻ്റെ ഒരു സീസൺ വരാൻ പോകുന്നുണ്ട്. വൈറ്റ് അല്ല ഇത്, ശരിക്കും ഒരു മിൽക്കി വൈറ്റ്, അല്ലെ ഓഫ് വൈറ്റ്, അല്ലെ ഒരു ചെറിയ യെല്ലോവിഷ് വൈറ്റ് എന്ന് പറയാം. ഇതിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ ലൈൻസ് പോയിട്ടുണ്ട്. ഇത് മൽ കോട്ടൺ ആണ് സ്റ്റഫ്. നല്ല സുഖമാണ് ഇടാൻ, ഭയങ്കരമായിട്ട് നമുക്ക് കംഫർട്ടാണ്. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് അല്ലേ. നമുക്ക് നെക്കയിൽ ഇങ്ങനെ ഒരു വർക്ക്. ഇത് ഫുള്ള് എംബ്രോയ്ഡറി ബീഡ്സും ചെയ്തിരിക്കുക. സൈഡ് മൊത്തം എംബ്രോയ്ഡറി വർക്ക്. ബോട്ടം വന്നിട്ട് സെയിം തന്നെ. ദുപ്പട്ട വന്നിട്ട് വേണ്ട ഇങ്ങനെ സ്ലിറ്റഡ് അല്ല, എ ലൈനാണ്. മുമ്പേ കാണിച്ചതും സ്ലിറ്റഡ് അല്ല, എ ലൈനാണ്. ദുപ്പട്ടയിലും ഇത് കണ്ടോ ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുക. നിങ്ങൾക്കിനിപ്പോൾ ആദ്യ കുർബാന, ഹോളി കമ്മ്യൂണിയൻ, മാമോദീസ് അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഇടാനായിട്ട് നല്ലതാണ്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഇത് നല്ല വശം. ഞാൻ എടുത്തിട്ടിരിക്കുന്നത് തന്നെ നല്ല വശം. ഇത് കണ്ടോ, ഇവിടുത്തെ അടിപ്പ് വെച്ച് നോക്കുമ്പോൾ പറയും ഇങ്ങനെ ഒരു ദുപ്പട്ട. ഇതിപ്പോൾ പള്ളിയിലൊക്കെ ഇടാനാണെങ്കിലും ഇവിടെ പള്ളിയിൽ വിടാം കേട്ടോ. പിന്നെ ക്യാഷ്വൽ വെയർ എന്ന് ഞാൻ പറയത്തില്ല, ക്യാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ ഈ കളറിൻ്റെ വെച്ചിട്ട് മാത്രമേ പറയും. ബാക്കിയൊക്കെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നല്ല ഭംഗിയുള്ള, നല്ല കംഫർട്ടായിട്ടുള്ള, നല്ല ഇടാൻ നല്ല സുഖമുള്ള നല്ല മെറ്റീരിയൽ. പിന്നെ ഈ കളറിന് നമ്മൾ എല്ലായിടത്തും സ്വീകാര്യതയുള്ള കളറാണല്ലോ. ഏത് ഒക്കേഷനിൽ പോകണമെങ്കിലും സ്വീകാര്യതയുള്ള കളറാണ് ഈ ഒരു ലൈറ്റ് മിൽക്കി വൈറ്റ് എന്നോ ഒക്കെ പറയാം. ഇത് അടുത്തത്, ഇത് കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. പാനൽ കട്ട് കുർത്തിയാണ്. പാനൽ കട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി പാനലില്ല, 3 പാനലേ ഉള്ളൂ. സൈഡ് പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ഇവിടെ വന്നിട്ട് ഈ കളർ ഇങ്ങനെ ആയതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ടെന്നില്ല, സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തി. പാനൽ കൊടുത്തു. ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് പ്ലീറ്റ്സ് ഉണ്ടെന്ന് അങ്ങനെ എടുത്ത് നിൽക്കുന്ന പ്ലീറ്റ്സ് അല്ല, ചെറിയ പ്ലീറ്റ്സ്. കഴുത്ത് ഇങ്ങനെ വരും, ഹൈനെക്ക് വീനക്കായിട്ട്. കയ്യിൽ ഇങ്ങനെ ഇതുണ്ടോ നല്ല ഭംഗിയായിട്ടൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വയലറ്റ് ഫ്ലോറൽ വേണ്ടിക്കും കുർത്തി. ഫ്രണ്ടിൽ 3 പാനൽ, ബാക്കിൽ 3 പാനൽ. എ ലൈൻ കുർത്തിയാണ്. അപ്പോൾ പാനൽ വരുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ നല്ല ഷേപ്പായിട്ട് കിടക്കും. പാനലിൻ്റെ എണ്ണം കൂടുന്നു, അതാണ് പാനൽ കട്ട് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ്, അറിയാമല്ലോ. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ട് മൽ കോട്ടൻ്റെ സ്റ്റഫിൽ നല്ല ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ട. നല്ലൊരു കളറാണ്, നല്ലൊരു തിപ്പട്ടി കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു വയലറ്റ് ഷെയ്ഡ്. ബോട്ടം വന്നിട്ട് ഇത് കണ്ടോ, ബോട്ടം വരുമ്പോൾ പ്ലെയിൻ വരും. ബോട്ടത്തിൻ്റെ എൻഡിൽ ഈ ഒരു ഇതുകൊണ്ട് ഇത് ലേസ് കൊടുത്തിട്ടുണ്ട്. കൈയുടെ എൻഡിലും ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്, ബോട്ടത്തിൻ്റെ എൻഡിലും ആ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയാണ്. ഇനി അതിൻ്റെ തന്നെ മറ്റൊരു കളറും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. പിസ്ത ഗ്രീൻ, ഇതുണ്ടോ, സെയിം തന്നെ പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ചിലപ്പോൾ ഈ കളറെ കുറച്ചുകൂടെ പ്ലീറ്റ്സ് ഒക്കെ തിരിച്ചറിയായിരിക്കും. ഉണ്ടോ, ഇതാണ് ഒരു പാനൽ പോയിരിക്കുന്നത്. രണ്ടാമത്തെ പാനൽ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ്, നെക്ക് ഇങ്ങനെ, കയ്യലിങ്ങനെ
ബാക്കിയെല്ലാം സെയിം. ഇതുണ്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ദുപ്പട്ട, ബോട്ടം. ഇത് റേറ്റ്, ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതെല്ലാം സ്ക്രീനിലുണ്ട്. ഇനി നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ആലിയ മോഡലിലുള്ള ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഉണ്ടോ. നല്ലൊരു ഭംഗിയുള്ള ആലിയ മോഡലാണ്. ഒരു ഫങ്ഷൻ ടച്ചിൽ ചെയ്തിരിക്കുക. അപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അവിടുന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ കേട്ടോ, എൻ്റെ സ്ട്രെയിറ്റ് ഇതാണേ. പിന്നെ നല്ല പ്ലീറ്റ്സൊക്കെ കൊടുത്ത് ഇവിടെ ഒരു അജ്രക്കിൻ്റെ പാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബീഡ്സ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ മിറർ ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഇത് കണ്ടോ, താഴ്ഭാഗത്തും ഇങ്ങനെ ഒരു അജ്രക്കിൻ്റെ ഒരു ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഇത് കൊടുത്തിരിക്കുക. എന്നിട്ട് അജ്രക്കിൻ്റെ ആ ഒരു ആപ്ലിക്ക് വർക്ക് കൊടുത്തേക്കുന്നു. അല്ലാതെ ആപ്ലിക്ക് വർക്കല്ല, ശരിക്കും അത് പ്രിൻ്റാണ്. ഇത് വരും ബോട്ടം. നല്ലൊരു ഈ മെറൂണാണ് കളറ്, പക്ഷേ ഇതൊരു ഈ തവിട്ട കളർ എന്നൊക്കെ പറയില്ല, അതും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മെറൂണാണ്. ഇത് വരും ദുപ്പട്ട. ഈ ദുപ്പട്ടയുടെ ഇതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. താഴെ ദുപ്പട്ടയുടെ ദാമൻ പോർഷനിൽ ഇങ്ങനെ വരും, ഇതിൻ്റെ ദാമൻ പോർഷനിൽ ഇങ്ങനെ വരും, ദുപ്പട്ടയിൽ ഇങ്ങനെ ആ ഒരു പ്രിന്റ് വരും. നല്ല ഭംഗിയാണ് ഇട്ടാൽ. എല്ലാത്തിനും അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫങ്ഷൻ വേലാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലും ഫ്രോക്ക് മോഡൽ ഇടാനായിട്ട് ബാക്കിലും പ്ലീറ്റഡ് ആണ്. ഇത് ഒത്തിരി നല്ലതാണ് ഈ പ്ലീറ്റ്സ് ഉള്ളത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ്ലെസ് ആയിട്ട് കിടക്കത്തില്ല, ഒരുമാതിരി തൂങ്ങിയൊന്നും കിടക്കത്തില്ല. ഇത്ര പ്രത്യേകിച്ച് വലിയ ഓൾട്രേഷനൊന്നും പോകണ്ട. ഇട്ടാൽ നല്ല നമുക്ക് കംഫർട്ടായിട്ട് നടക്കാം. ക്യാഷ്വൽ ആണെങ്കിലും നമുക്ക് അതിൻ്റേതായ ഒരു കംഫർട്ട് ഫീലിംഗ് അതിൽ കൂടുതൽ കിട്ടും, പാർട്ടി ഫീലിംഗ് കിട്ടുകയും ചെയ്യും. എന്നാൽ ക്യാഷ്വൽ ആണ് താനും. അടുത്തത് മൽച്ചന്തേരി. ഇപ്പം എല്ലാം മൽച്ചന്തേരിക്കാരാണല്ലോ, എല്ലാത്തിനും മൽച്ചന്തേരി. ഇതൊക്കെ നല്ല ലെങ്ത്തുള്ള വൃത്തിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ സെൻട്രൽ പോർഷനിൽ മാത്രം ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിരിക്കുക, ഫുള്ളില്ല. എന്നിട്ട് ഇവിടെ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക്, പിസ്ത ഗ്രീൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ, ആർക്ക് കണ്ടാലും ഒന്നുകൂടെ നോക്കാൻ തോന്നുന്ന ഒരു കളറ്. ഇവിടെ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സൈഡ് പോക്കറ്റിൻ്റെ സൈഡിലും 2 എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്ലീറ്റ്സ് ഉള്ള ഇതൊക്കെ ഇത്രയും തയ്ക്കണേ തന്നെ 3 മീറ്ററിന് മണ്ടയിൽ ടോപ്പിന് മാത്രം വേണം. ഇങ്ങനെ വന്നിട്ട് ഇത് ബോട്ടം ഇങ്ങനെ വരും, ദുപ്പട്ട തേണ്ട ഇങ്ങനെ വരും കണ്ടോ. തൊണ്ട അടച്ചു. ഇന്ന് രാവിലെ തുടങ്ങിയ വർത്താനം പറച്ചില്ല, ഓരോരോ കാര്യങ്ങൾ. ഇത് നേരം വരെ ഒന്ന് ഇരുന്നിട്ടില്ല. അതിൻ്റെ വേറെ കളറേ മസ്റ്റാർഡ് യെല്ലോ, നല്ല മസ്റ്റാർഡ് യെല്ലോ കേട്ടോ. എല്ലാവർക്കും നല്ല കളറ് തോന്നിക്കുന്ന കളർ. അതിനും ഇങ്ങനെ തന്നെ. അത് ഇവിടെ പിങ്കിൻ്റെ മറ്റേ ഡാർക്ക് പിസ്താഗ്രീൻ്റെയും കൂടെ കൂടിയിട്ടുള്ളൊരു മിക്സഡ് ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ബൂട്ടാസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉണ്ട് കേട്ടോ, ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോയി. ഇങ്ങനെ കണ്ടോ, ചെറിയ എംബ്രോയ്ഡറിയുടെ ഒരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു പാർട്ടി ഫീൽ കിട്ടാനായിട്ടാണ്. ബോട്ടം ഇത്, ദുപ്പട്ട വരുമ്പോൾ വേണ്ട ഇങ്ങനെ വരും. നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട്, ലൈനിങ്ങും ഉണ്ട്. ലൈനിങ് ഇതിന് തന്നെ ഞാൻ ലൈനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ലൈനിങ് നല്ല മൽക്കോട്ടൻ്റെ ലൈനിങ്ങാണ്. ഇത് മൽക്കോട്ടൻ്റെ ലൈനിങ്. ഈ ലൈനിങ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഭയങ്കര ചീപ്പ് ക്വാളിറ്റിയാണ്. ചീപ്പ് ക്വാളിറ്റി അല്ല കേട്ടോ, ഇത് ക്വാളിറ്റി ഉണ്ട്. കാരണം ഇത് അത്ര കംഫർട്ടാണ്. നമുക്ക് സാധാരണ കിട്ടുന്ന ലൈനിങ് ഒക്കെ മിക്സാണ്, പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള പോളി കോട്ടൺ ലൈനിങ് ആണ് ഒരുമാതിരിപ്പെട്ട അതിനെല്ലാം വരുന്നത്. അങ്ങനത്തെ ലൈനിങ് അല്ല, പ്യുവർ കോട്ടൻ്റെ ലൈനിങ് ആണ്. അത് സൂക്ഷിക്കണം, കാരണം അത്രയും പ്യുവറാണ്, അത്രയും കനക്കുറവാണ്. അത്രയുള്ള ലൈനിങ് മതി അതിന്. ഇത് വേറെ കോട്ടൻ്റെ നല്ലൊരു ഭംഗിയുള്ള ഒരു എന്നാ പറയുന്ന ഒരു കലങ്കാരിയോ അജർക്കോ ഒക്കെ പറയുന്ന പോലെ ഒരു പാച്ചൊക്കെ കൊടുത്ത് ഇത് 2 സൈഡിലും ഇങ്ങനെ ഒരു പാനൽ പോലെ ചെയ്തേച്ച് ഇത് കണ്ടോ. ഇവിടെ ഒരു ക്രോഷിയോ ലേസ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. ഈ പോക്കറ്റിൻ്റെ സൈഡിലും ഒരു ക്രോഷിയോ ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഉണ്ടോ. ഹൈനെക്ക വന്നിട്ടുള്ള ഒരു വീനക്ക്. ഇങ്ങനെ ഹൈനെക്ക് വീനക്കെന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പാറ്റേൺ വീനക്കിൻ്റെ കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് പക്ഷേ ഒരു സ്ക്വയർ പോലെ പോകുന്നു. എന്നിട്ട് വീനക്കിൻ്റെ ഒരു മോഡലിൽ വരുന്ന ഇതാണ്. കയ്യിലും ഈ ക്രോഷിയോ ലേസ് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും കണ്ടോ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ തയ്ക്കണമെങ്കിൽ ഒരു 3 മീറ്റർ തുണി വേണം, കുറഞ്ഞത് ടോപ്പ് മാത്രം തയ്ക്കണം. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് ദുപ്പട്ട, ബോട്ടം. ദുപ്പട്ടാന്ന് ബോട്ടത്തെ നോക്കിയിട്ട് ദുപ്പട്ടേന്ന് വിളിച്ച ബോട്ടം സമ്മതിക്കും. ഇത് വരും. എന്നതാ കട്ട്
ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും. 1 സൈഡായിട്ടോ 2 സൈഡായിട്ടോ കഴുത്തേ കൂടിയോ എങ്ങനെ വേണേലും ഇടാവുന്ന ഒരു ദുപ്പട്ട. നല്ലൊരു കോട്ടൻ്റെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. ടോപ്പ് ഇത് നല്ലൊരു കളറായിട്ടോ. ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ്. ഗ്രീനും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മാച്ചിങ് ആണ് ഇത് പോകുന്നത്. ആ ഗ്രീനിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടിട്ട് എപ്പോഴും കാണുന്ന ആ ഒരു ഇതേ അല്ല, നല്ലൊരു ഇതാണ്. ഇതിൻ്റെ കൂടെ ആ കലങ്കാരി പ്രിൻറ്റും കൂടെ വരുമ്പോൾ ഒത്തിരി ഭംഗിയാണ്. ഇനി ടോപ്പ് മാത്രം. ഇതൊരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഡെയിലി യൂസിനോ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ്. അത് അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ്ലൂം കോട്ടൻ്റെ സ്റ്റഫാണ് മെറ്റീരിയൽ. ടോപ്പിൽ ഇങ്ങനെ ചെറിയ സിമ്പിളാണ്. പിന്നെ ചൈനീസ് കോളർ, കൈയുടെ 2 സൈഡിലും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്ത് സ്ലിറ്റഡ് ആണ്. ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഹാൻഡ്ലൂം കോട്ടണിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല രസമാണ് ഇടാനും കൊണ്ട് നടക്കാനും കാണാനും ഒക്കെ. ഈ നിങ്ങൾക്ക് കറക്റ്റ് ഈ പൗഡർ ബ്ലൂവിൻ്റെ ഷെയ്ഡിലുള്ള ബോട്ടോ ഇട്ടിട്ട് ആ പൗഡർ ബ്ലൂവിൻ്റെ ഷോൾ വിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ക്ലാസ് ലുക്കാണ്. ഇതിൻ്റെ കളർ കാണുമ്പോൾ നമ്മളൊക്കെ ഒരെടുപ്പില്ല അങ്ങനെയാണ്. പക്ഷേ ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടവും ഷോളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല എടുപ്പാണ്, ഭയങ്കര ഭംഗിയായിരിക്കും. ചില സാധനം നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഓവർ സിമ്പിളായി പോയെന്ന് തോന്നും. പക്ഷേ ഓവർ സിമ്പിളല്ല, ആ സിമ്പിൾസിറ്റിയിൽ ഒരു ഭംഗിയുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഹോളി കമ്മ്യൂണിനൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റുന്ന കുർത്തീസാണ്. ഇതും ഫുള്ള് പ്ലീറ്റഡ്. ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് പ്ലീറ്റ് വന്നിട്ട് ഇവിടെ എംബ്രോയ്ഡറി വർക്ക്. കഴുത്തേലിങ്ങനെ കൈ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കയ്യിലും എംബ്രോയ്ഡറി വർക്ക്, ബോഡി ഫുള്ള് എംബ്രോയ്ഡറി വർക്ക്. സ്ലിറ്റഡ് ആണ്, പക്ഷേ ലൈനിങ് ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ സ്ലിറ്റഡ് ആണെന്ന് തോന്നത്തില്ല. സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റഡ് കുർത്തിയുടെ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയല്ല, ഇച്ചിരി വിട്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഈ ഫ്രണ്ടിലേക്ക് ഒരു പ്ലീറ്റ്സ്, ഇപ്പം നയാരക്കട്ടം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു മോഡൽ വന്നിട്ട് സ്ലിറ്റും കൂടി ഇട്ടിരിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ടോപ്പ് മാത്രമേ ഉള്ളൂ, ലൈനിങ് ഉണ്ട്, നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഒരു ബഡ്ജറ്റ് റേറ്റിലുള്ള കുർത്തി 850 അങ്ങനെ ഏതാണ്ട് 890 അങ്ങനെ ഏതാണ്ട് റേറ്റേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ഇതാ സിമ്പിളായിട്ടുള്ള ഒരു കോട്ടൺ കുർത്തി കണ്ടോ. ഇങ്ങനെ നെക്ക് ഇങ്ങനെ വരും. നല്ലൊരു കളറാണ് കേട്ടോ. കളറ് മസ്റ്റാർഡിൻ്റെ ഒരു കളറും നല്ലൊരു ഫ്ലോറലും കൂടെ കൂടി വന്നിട്ട് ഇങ്ങനെ കയ്യെ ലൈനിങ് ഇല്ല, ബോഡിക്ക് ഫുള്ള് ലൈനിങ് ഉണ്ട്, നല്ല ലെങ്ത് ഉണ്ട്, സ്ലിറ്റ് ഉണ്ട്, അതുകൊണ്ട് ലൈനിങ് ഉണ്ട്. പിന്നെ എന്നാ പറയുക, സിമ്പിൾ കുർത്തിയോ നേവി ബ്ലൂവോ അല്ലെങ്കിൽ പീച്ചോ അങ്ങനത്തെ, അല്ലെങ്കിൽ ഇതിൻ്റെ സെയിം തന്നെയോ ഒക്കെ ബോട്ടം ഇട്ടാൽ മതി. എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഇത് സെയിം ബോട്ടം ഇട്ടിട്ട് കോൺട്രാസ്റ്റ് ബ്ലൂ അതിൻ്റെ അകത്തെ കൂടെ പോകുന്ന നേവി ബ്ലൂവിൻ്റെ ഒക്കെ ഷോളൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതൊരു കാഷ്വൽ ടോപ്പ്, കോളർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കോളർ നെക്ക് വെച്ചിട്ട് നമുക്കിപ്പോൾ പുറത്തൊക്കെ ഔട്ടിങ്ങിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഇടാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഇത് കോട്ടൺ അല്ല, നമ്മുടെ വത്തിക്കാനില്ലേ, വത്തിക്കൻ ജോർജറ്റ് എന്ന് പറയുന്ന അതാണ് സ്റ്റഫ്. ഒരു ചെറിയൊരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു നെറ്റ് കോട്ടയുടെ സ്റ്റഫ് പോലെ തോന്നിക്കും, പക്ഷേ വെട്ടിക്കൻ ജോർജറ്റാണ് സ്റ്റഫ്. നെറ്റ് കോട്ടയുടെ പോലെ ഇങ്ങനെ ഒരു ലൈൻസ് പോലെ പോന്നിട്ടുണ്ട്. ഫുള്ള് ലൈനാണ് കുർത്തി. ഫ്രണ്ടിലൊരു സ്ലിറ്റ് ഉണ്ട്. ഇങ്ങനെ ഇവിടെ ബട്ടൺസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ കോളർ നെക്ക് വരുമ്പോൾ ഒരു കാഷ്വൽ ഫീൽ ഉണ്ടല്ലോ, ആ കാഷ്വൽ ഫീല് തോന്നിക്കും. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയ്യിൽ ലൈനിങ് ഇല്ല, ബോഡിയിൽ ലൈനിങ് ഉണ്ടോ എന്ന് നോക്കാം. ബോഡിയിലും ലൈനിങ് ഇല്ല, കാരണം ലൈനിങ് ഉണ്ടോ, ഇവിടം വരെ ലൈനിങ് ഉണ്ടോ, ഇല്ല. അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ലൈനിങ് ചെയ്യാത്തതായിരിക്കാം. പിന്നെ ഒരു മൊഡാളിൻ്റെ കുർത്തി, പ്യുവർ മൊഡാളാണ് ഞാനെടുത്തൊരു കുർത്തി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കളറും സിമ്പിളാണ്, പക്ഷെ മൊഡാൾ എപ്പോൾ ഇട്ടാലും, ഇപ്പം എനിക്ക് മൊഡാൾ പ്രാന്തി എപ്പോൾ ഇട്ടേക്കുന്ന മൊഡാളാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുക. താഴെ ദാമൻ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇത്രയും ഭാഗത്ത് വരെ ആപ്ലിക്ക് വർക്ക് കയറി വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുർത്തി, ഒരു ഒനിയൻ്റെ ഷെയ്ഡാണ്. കളറ് നല്ലതായിട്ട് തോന്നിക്കും. ആരിട്ടാലും ഏത് കളറുള്ളവർക്കോ കളറില്ലാത്തവർക്കോ ഒക്കെ നല്ലതായിട്ട് യോജിക്കും. മൊഡാളിൻ്റെ ഭയങ്കര തിളക്കമുള്ള ആ സ്റ്റഫല്ല കേട്ടോ. ചില സ്റ്റഫ് വരുമ്പോൾ ഭയങ്കര തിളക്കമാണ്. അത്രയും തിളക്കം എന്ന് പറഞ്ഞില്ല, ചെറിയൊരു ഗ്ലോ ഉണ്ട്, നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇനി ഇതിന് നല്ല മൊഡാളിൻ്റെ തന്നെ ഇൻഡിഗോ കളറിലുള്ള ഷോളൊക്കെ ഉണ്ടെങ്കിൽ പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഒന്നാന്തരം പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഇതിൽ ഷോൾ ഇല്ലാതെ വെറുതെ ഇടാനാണെങ്കിൽ സിമ്പിൾ വെയർ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ ബോട്ടം, സെയിം മൊഡാളിൻ്റെ തന്നെ ബോട്ടം കണ്ടോ. ഇങ്ങനെയാണ് ബോട്ടം ഇങ്ങനെ ലൂസാണ്, പക്ഷെ അത് നമുക്ക് അടിച്ച് ചെറുതാക്കാം. അത് ആ സ്റ്റൈലിൽ ഇടുന്നതാണ്, പാർട്ടി വെയർ അല്ലേ, അപ്പോൾ അങ്ങനെ ഇടുന്നതാണ് അതിൻ്റെ ഒരു സ്റ്റൈലിങ് എന്ന് പറയുന്നത്.
അപ്പം ഇന്നിപ്പോൾ ഇത്രയും കാണിക്കുന്നുള്ളൂ. ഇത് പറഞ്ഞില്ലേ, നമ്മുടെ ഷോപ്പിൽ അടുത്ത ദിവസം തൊട്ട് റിഡക്ഷൻ സെയിലും കാര്യങ്ങളും ഒക്കെ തുടങ്ങുക. പിന്നെ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം കുറച്ച് കുർത്തീസ് ഞാൻ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. എല്ലാം ഈ പ്രീമിയം റേറ്റിലുള്ളതല്ല, വലിയ ഹെവി പ്രീമിയം റേറ്റിലുള്ളതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്താ വേണ്ടത് തന്നെ വാങ്ങിച്ചുള്ള സ്ക്രീനിൽ നോക്കി പ്രൈസും അതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള സൈസസും നോക്കി മനസ്സിലാക്കി ഓർഡർ ചെയ്തത് കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.